ഒരു രാജ്യത്തിൻ്റെ ആയാലും സംഘടനയുടെ ആയാലും ഭരണഘടന ഒരു നയരേഖയാണ്, അടിസ്ഥാന നിലപാടാണ്. ആ നിലപാട് പൊതുചർച്ചയിലൂടെ ഏകകണ്ഠമായോ ഭൂരിപക്ഷാടിസ്ഥാനത്തിലോ അംഗീകരിക്കപ്പെട്ടതായിരിക്കാം. അതാണ് പക്ഷേ പ്രധാനം. കാലാകാലങ്ങളിൽ അത് പരിഷ്കരിക്കാം, അടിസ്ഥാന നിലപാടിന് മുറിവേൽപ്പിക്കാതെ ഭേദഗതി ചെയ്യാം. അതിനാൽ ഭരണഘടനാവാദമാണ് മുഖ്യം. ഭൂരിപക്ഷവാദത്തിന് ഭരണഘടനാവാദത്തെ മറികടക്കാനാവില്ലെന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന മതരാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല. നമ്മുടേത് മതേതര ജനാധിപത്യ ഭരണഘടനയാണ്. ഇവിടെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾ മതേതര ഭരണഘടനയെ അംഗീകരിക്കില്ലെന്നും അതിനെ ഞങ്ങൾ ലംഘിക്കുമെന്നും പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധ വികാരമായി കണക്കാക്കാനാകൂ എന്നാണ് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. സംഘടനകളുടെ കാര്യത്തിലായാലും ഇത് ബാധകമാണ്. വിവിധ മതങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ ചിന്തകളും നിരീശ്വരവാദവും എല്ലാം ഉള്ള ജനവിഭാഗങ്ങളടങ്ങിയ ഒരു സംഘടനയിൽ ഏതെങ്കിലും മതത്തെയോ വിശ്വാസത്തെയോ നിരീശ്വരവാദത്തെയോ കക്ഷി രാഷ്ട്രീയത്തെയോ പ്രതിനിധീകരിക്കുന്ന ചടങ്ങുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത് വിഭാഗീയതയ്ക്കും അഭിപ്രായ ഭിന്നതയ്ക്കും കാരണമാകും. അതുകൊണ്ടാണ് എല്ലാവരും അടങ്ങിയ പൊതുവേദികളിൽ സങ്കുചിത മത കക്ഷി രാഷ്ട്രീയ വികാരങ്ങൾക്ക് അതീതമായ നടപടിക്രമങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് നിഷ്പക്ഷമതികൾ പറയുന്നത്. ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാരണമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നതൊരു ഹിന്ദു മതാചാരം മാത്രമാണ് എന്നാണ് ഇതിനർത്ഥം. കാലഘട്ടം മാറുകയും സാമൂഹ്യ നിയമവും നീതിയും മാറുകയും ചെയ്യുമ്പോൾ ഒരു ആവശ്യകതയിൽ അധിഷ്ഠിതമായ പഴയ നടപടിക്രമങ്ങൾ ഇന്ന് അനാവശ്യമായി തീരും. അക്കാലത്ത് സദാചാരമായിരുന്നത് ഇന്ന് ആവശ്യമില്ലെങ്കിൽ അതൊരു ദുരാചാരമോ അനാവശ്യമായ യുക്തിയില്ലാത്ത ഒരു അനുഷ്ഠാനമോ ആയി മാറും. കാലത്തിനനുസരിച്ച് മാറാൻ സന്നദ്ധമായ മനസ്സുകൾക്ക് മാത്രമേ പുതിയ അറിവുകൾ ഉൾക്കൊള്ളാൻ കഴിയൂ. ആധുനിക കാലഘട്ടത്തിന് ഇണങ്ങാത്ത ആചാരങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആചാര്യർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് അനുഷ്ഠിക്കും എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ആചാരമനുഷ്ഠിക്കുന്നവനും അതിനായി പ്രേരിപ്പിക്കുന്നവനുമാണ് ആചാര്യൻ. ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് പുതിയ ആചാരങ്ങൾ അല്ലെങ്കിൽ പുതിയ ആചാര്യർ ഉണ്ടാകും. പഴയ ആചാരം യുക്തിഹീനമായി മുറുകെ പിടിക്കുന്നവർ പിന്തിരിപ്പന്മാരായി മുദ്ര കുത്തപ്പെടും. അവരെ പിന്തള്ളി കാലം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൊതുവേദികളിൽ തർക്ക വിഷയങ്ങൾ കയറ്റിക്കൊണ്ടുവരരുത് എന്ന് പറയുന്നത്. കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന വേദിയാണ്. അതിനാൽ അത്തരത്തിൽ നിലനിർത്താനുള്ള ആർജവമാണ് ഓരോ അംഗവും കാണിക്കേണ്ടത്. നന്ദി.